ഗസ സിറ്റി പിടിക്കാൻ കൂട്ടക്കുരുതി തുടർന്ന ഇസ്രായേൽ. ഇന്ന് മാത്രം കുട്ടികൾ ഉൾപ്പെടെ 71 പേരെയാണ് ഇസ്രായേൽ സൈന്യം കൊന്നത്. താമസ കെട്ടിടങ്ങളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി തകർക്കുകയാണ്. ഇതിനായി സ്ഫോടക വസ്തുക്കൾ വഹിച്ച ഡ്രോണുകൾ സൈന്യം വ്യാപകമായി ഉപയോഗിക്കുന്നു. അതിനിടെ 47 ബന്ദികൾക്ക് വിട പറഞ്ഞുള്ള പോസ്റ്റർ ഹമാസ് പുറത്തുവിട്ടു. നെതന്യാഹു കൊല്ലാൻ തീരുമാനിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാകും എന്ന് ചോദിച്ചാണ് പോസ്റ്റർ. ഇസ്രായേലിന്റെ പട്ടിണിക്കൊലയിൽ കുഞ്ഞുങ്ങളടക്കം 441 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. വംശഹത്യയ്ക്ക് അമേരിക്കയുടെ സഹായവും തുടരുകയാണ്. $6 ബില്യൺ ആയുധങ്ങൾ ഇസ്രായേലിന് കൈമാറാൻ ട്രംപ് ഭരണകൂടം US കോൺഗ്രസിന്റെ അനുമതി തേടി. MCA നാസർ ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ അതിക്രൂരമായ ആക്രമണങ്ങൾ തുടരുകയാണ് ഇസ്രായേൽ ഇപ്പോഴും. അപ്പോൾ പൂർണ്ണമായും ഹമാസിനെ അവിടെ നിന്ന് ഒഴിപ്പിക്കുക അല്ലെങ്കിൽ ജനങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്നുള്ള നിലപാടിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇപ്പോൾ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് അതിശക്തമായ ആക്രമണം നടക്കുന്നത്? അവിടുത്തെ പ്രധാനമായിട്ടും ഗസ സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് കൊല്ലപ്പെട്ട 71 പേരിൽ ഏതാണ്ട് 60 പേരും കൊല്ലപ്പെട്ടിരിക്കുന്നത് ഗസ സിറ്റിയിൽ തന്നെയാണ്. ഖാൻ യൂനിസ്, ദർബലാഹ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് കൂടി ആക്രമണം കൂടുതൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കരസേനയുടെ സാന്നിധ്യം ഗസ സിറ്റിയോട് ചേർന്നുള്ള പല ഭാഗങ്ങളിലും കണ്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ ദൃക്സാക്ഷികൾ ഉദ്ധരിച്ചുകൊണ്ട് അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പും പല മേഖലകളിലും നേരിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും അല്പം മുമ്പാണ് ഇന്ന് ഹമാസിൻ്റെതായിട്ടുള്ള ഒരു പോസ്റ്റർ അവർ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ 47 ബന്ദികളുടെ ചിത്രങ്ങളുണ്ട്. അവർക്ക് വിട പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫെയർവെൽ പിക്ചർ എന്ന അർത്ഥത്തിലാണ് ഈ ചിത്രം പുറത്ത് വിട്ടിരിക്കുന്നത്. കാരണം നെതന്യാഹു ഏതായാലും ഇവരെ കൊല്ലപ്പെടുത്താൻ തീരുമാനിച്ച സാഹചര്യത്തിൽ തങ്ങൾക്കിനി അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാനില്ല എന്ന ഒരു പ്രതികരണത്തോടു കൂടിയാണ് ആ പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ 47 പേരിൽ എത്ര പേർ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ബന്ദികളുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അക്കാര്യം ഈ പോസ്റ്ററിൽ സൂചിപ്പിച്ചിട്ടുമില്ല. ഈ ഒരു പോസ്റ്റർ കൂടി പുറത്തു വന്നതോടുകൂടി ജെറൂസലമിലും തെല്ലവീവിലും ഹൈഫയിലുമൊക്കെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുക എന്നത് നെതന്യാഹുവിന്റെ മാത്രം ഒരു രാഷ്ട്രീയ താല്പര്യമാണ്. ഇസ്രായേലി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എത്രയും മുമ്പേ തന്നെ നിർത്തേണ്ട ഒന്നായിരുന്നു. ഈ ബന്ദികളുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിനും തങ്ങളില്ല. അതുകൊണ്ട് പൊതുസമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണയും ബന്ദികളുടെ ബന്ധുക്കൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 10,000-ങ്ങളാണ് ഇന്നിപ്പോൾ തെല്ലവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ അതിശക്തമായിട്ടുള്ള നെതന്യാഹു വിരുദ്ധ റാലിയിൽ അണിചേർന്നിരിക്കുന്നത്. പക്ഷേ ആക്രമണത്തിൽ യാതൊരു കുറവുമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാപകമായി തന്നെ റിമോട്ട് നിയന്ത്രിത റോബോട്ടുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വലിയ നശീകരണ ശക്തി ഈ ബോംബ് സ്ഫോടനങ്ങൾക്ക് ഉണ്ടാക്കാനും ആ പ്രദേശത്ത് മൊത്തം തന്നെ ഇല്ലായ്മ ചെയ്യാനുമുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം റോബോട്ടുകളെ ഇസ്രായേൽ സേന ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഇപ്പോൾ ഗസ സിറ്റിയിൽ നിന്ന് മാത്രം 5 ലക്ഷത്തോളം പേർ പലായനം ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇനി ഒരു 4-5 ലക്ഷം പേർ കൂടി ഗസ സിറ്റിയിലുണ്ട്. അവർക്ക് പോകാൻ പോലും ഒരിടമില്ല. അതോടൊപ്പം തന്നെ ഈ ഭാഗങ്ങളിലേക്കുള്ള ഭക്ഷണ വിതരണം, കുടിവെള്ള വിതരണം, വൈദ്യുതി വിതരണം എല്ലാം തടസ്സപ്പെട്ട ഒരു സാഹചര്യത്തിൽ മരണത്തെ എല്ലാ അർത്ഥത്തിലും മരണത്തെ കാത്തുകഴിയുന്ന ഒരു ജനവിഭാഗമായിട്ട് ഈ ഗസ സിറ്റിയിൽ അവശേഷിക്കുന്ന ജനങ്ങൾ മാറുകയാണ്. പക്ഷേ ഇവരോടൊക്കെയും പോകാൻ പറഞ്ഞ മവാസിയുടെ അവസ്ഥ അതിലേറെ ദയനീയമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കാരണം തെക്കൻ ഗസയിലെ ചെറിയൊരു പ്രദേശമായിട്ടുള്ള മവാസിയിൽ അത്രയേറെ ആളുകൾ ഇപ്പോൾ തന്നെ വന്ന് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ. അതെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. നാസർ, ഈ ആയിരങ്ങൾ ഇപ്പോൾ പലായനം ചെയ്യുന്നത് തുടരുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. ഇവരപ്പോൾ എങ്ങോട്ടാണ്, ഏത് മേഖലയിലേക്കാണ് പോകുന്നത്? അവിടുത്തെ ഇതിൽ പിന്നെ ഇസ്രായേൽ നിർദ്ദേശിച്ചു കൊടുത്തിരിക്കുന്ന ഒരൊറ്റ കേന്ദ്രം മാത്രമാണുള്ളത്. അത് തെക്കൻ ഗസയിലെ മവാസി കേന്ദ്രമാണ്. ആ മവാസി എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ചെറിയൊരു പ്രദേശത്തേക്കാണ് ഇപ്പോൾ ലക്ഷങ്ങൾ, കാരണം ഇത് വടക്കൻ ഗസയുടെ പല ഭാഗത്തു നിന്ന് ഗസ സിറ്റിയിൽ നിന്നൊക്കെ ആളുകൾ പലായനം ചെയ്യുന്നു. പക്ഷെ അവർ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ പിന്നെ ജനസാന്ദ്രത അത്രയേറെ വർദ്ധിച്ച ഒരു കേന്ദ്രമായിട്ട് ഇവിടെ മാറിയിരിക്കുന്നു. ഈ ഭാഗങ്ങളിലേക്കും ആക്രമണം തുടരുന്നു എന്നതാണ് പിന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത.
വസ്തുത. അത് മാത്രമല്ല, ഈ രക്ഷപ്പെട്ട് പ്രാണരക്ഷാർത്ഥം ഓടുന്ന മനുഷ്യരെയും അതിൽ കുട്ടികളും സ്ത്രീകളും ഒക്കെയുണ്ട്. അവർക്കെതിരെയും ഇന്ന് പല ഘട്ടങ്ങളിലായിട്ട് വെടിവെപ്പ് നടന്നു. അതിൽ നിരവധി കുട്ടികൾ മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എല്ലാ നിലക്കും ഈ കെട്ടിടങ്ങളും പിന്നെ വസ്തുവകകളും പിന്നെ തകർക്കുക എന്നത് മാത്രമല്ല, ഈ മനുഷ്യരാശിയെ ഒന്നടങ്കം തന്നെ പിന്നെ ഉന്മൂലനം ചെയ്യുക എന്ന കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള വംശഹത്യ തന്നെയാണ് ഇന്നത്തെ സൈനിക നടപടികളൊക്കെയും നാം മനസ്സിലാക്കുന്നത്. അത്തരമൊരു നീക്കത്തിൽ തന്നെയാണ് ഇസ്രായേൽ സേന ഏർപ്പെട്ടിരിക്കുന്നത്. ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ജനങ്ങൾക്ക് ഉപകരിക്കുമാറുള്ള സംവിധാനങ്ങൾ, കുടിവെള്ളമോ ഭക്ഷണമോ മറ്റു വിതരണത്തിനുള്ള ഒരു സംവിധാനവും ഇല്ല. ഈ തീരദേശത്തോട് ചേർന്നുള്ള ആ റോഡ് പൂർണ്ണമായി തന്നെ ഈ പ്രയാണം ചെയ്യുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ശ്മശാനത്തിൽ വരെ പിന്നെ താൽക്കാലിക ടെന്റുകൾ പണിയാനുള്ള സംവിധാനം പോലും ഇല്ല എങ്കിൽ പോലും അവിടെയും ആയിരങ്ങൾ ചേക്കേറുന്ന ഏറ്റവും ഹൃദയ ഭേദകമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഇന്നത്തെ ദിവസവും കടന്നു പോകുന്നത്. അമൃത.